رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عباد الله وصيكم وإياي بتقوى الله. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ പ്രിയപ്പെട്ട കുട്ടികളെ, റേഡിയോ ശ്രോതാക്കളെ, PM അധികമൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ ഈ പ്രസംഗത്തിന്റെ ബാക്കി ഭാഗം കേൾപ്പിക്കുകയോ അതിൽ മറ്റെന്തെങ്കിലും പരിപാടിയോ ചെയ്യാൻ വേണ്ടി മറ്റുള്ള ആളുകൾ കാത്തിരിക്കണം എന്നാവശ്യപ്പെടുകയാണ്. അങ്ങനെ പറയാനുള്ള കാരണം, ഒരാൾ മൈക്ക് റിലീസ് ചെയ്താലേ പിന്നെ കുറച്ചു നേരത്തിന് ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്. ഒരുപാട് അഡ്മിന്മാരും അല്ലാത്ത ആളുകളും, അഡ്മിന്മാര് മാത്രമല്ല അല്ലാത്ത ആളുകളുണ്ടല്ലോ. ഈ നമ്മുടെ ക്ലാസ് റൂമിനോട് വളരെ സ്നേഹബന്ധം പുലർത്തുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ശ്രദ്ധിക്കണം എന്നാവശ്യപ്പെടുകയാണ്. 9:30 എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെ UAE സമയം 10:30 അപ്പോൾ ഇൻഷാ അല്ലാഹ് മുഹറത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ചുള്ള സംശുദ്ധ ക്ലാസ് നമുക്ക് കേൾക്കുകയും ചെയ്യാം. ഇവിടെ എനിക്ക് അത്രയധികം സമയം ഒന്നും വേണ്ട ആവശ്യമില്ല, വളരെ 10-15 മിനിറ്റ് മതിയൊന്നും എനിക്ക് തോന്നുന്നത്. അത്രേ PM ഉള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഒരാൾ മുഹറം 1 മുതൽ 10 വരെയുള്ള സുന്നത്ത് നോമ്പ് എടുക്കാൻ നേർച്ചയാക്കിയാൽ ആ നോമ്പിന്റെ കൂടെ ഖളാ ആയ നോമ്പ് നോൽക്കാൻ സാധിക്കുമോ എന്നാണ് പറ്റുകയില്ല. ഖളാ ആയേ, കാരണം എന്താണ്, നേർച്ചയാക്കിയ ഫർള് നോമ്പായില്ലേ, നേർച്ചയാക്കിയ നോമ്പ് നിർബന്ധമായി. ഒരു ഫർളായ നോമ്പിനോട് കൂടി മറ്റൊരു ഫർളായ നോമ്പ് കരുതാൻ പറ്റുകയില്ല. ഫർളായ നോമ്പേ ഇപ്പോ അതേ സമയത്ത് മുഹറം 1 മുതൽ 10 വരെ അയാൾ സുന്നത്ത് നോമ്പാണ് നോൽക്കുന്നത്. അയാള് നോമ്പ് അയാൾ നോമ്പ് നേർച്ചയാക്കിയിട്ടൊന്നുമില്ല. എന്നാൽ ആ ദിവസങ്ങൾ എന്ത് ചെയ്ത് റമളാനിൽ ഖളാ ആയി പോയ നോമ്പാണ് അയാൾ കരുതിയത്. റമളാനിൽ ഖളാ ആയി പോയ നോമ്പ് ഖളാ കൂട്ടുന്നു എന്ന് കരുതി. ആ നോമ്പ് ഖളാ കൂട്ടുന്നത് എന്നാണ്? ഈ സുന്നത്ത് നോമ്പുള്ള ദിവസമാണ്. എന്നാൽ സുന്നത്ത് നോമ്പ് കരുതിയില്ലെങ്കിലും ആ ഖളാ വീടുകയും ചെയ്യും. സുന്നത്ത് നോമ്പിന്റെ അസ്ല് സുന്നത്ത് കിട്ടുകയും ചെയ്യും. ആ ദിവസം നോമ്പ് നോൽക്കുവാനുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാനുള്ള സുന്നത്ത് കൊണ്ടുള്ള ഒരു കൽപ്പന ഉണ്ടല്ലോ, ആ കൽപ്പന നിർവഹിച്ചവനായിട്ട് പരിഗണിക്കപ്പെടും. അതേ സമയത്ത് അതിന്റെ പൂർണ്ണമായ കൂലി കിട്ടണമെങ്കിൽ, സുന്നത്ത് നോമ്പിന്റെ പൂർണ്ണമായ കൂലി കിട്ടണമെങ്കിൽ അതും കൂടി കരുതണം. അപ്പോ ഫർള് നോമ്പ് ഖളാ കൂട്ടുന്നു, റമളാനിൽ ഖളായി പോയ ഫർള് നോമ്പ് ഖളാ കൂട്ടുന്നു എന്ന് കരുതുന്നതിനോട് കൂടി സുന്നത്ത് നോമ്പിനെയും കൂടി കരുതണം. എന്നാൽ നോമ്പ് ഖളാ കൂടുകയും ചെയ്യും, സുന്നത്ത് നോമ്പിന് കൂലി കിട്ടുകയും ചെയ്യും. ഇനി സുന്നത്ത് നോമ്പ് കരുതിയില്ല നിൽക്കുന്നാലോ, കരുതിയില്ല എന്ത് മാത്രമേ കരുതിയുള്ളൂ? റമളാനിൽ ഖളാ ആയി പോയത് ഖളാ കൂട്ടാൻ മാത്രമേ കരുതിയുള്ളൂ. എന്നാൽ ഖളാ വീടും, പിന്നെന്തും കിട്ടും? ഈ സുന്നത്ത് നോമ്പിന്റെ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാനുള്ള സുന്നത്ത് കൊണ്ടുള്ള ശറഈന്റെ കൽപ്പന സ്വീകരിച്ചവനായി പരിഗണിക്കപ്പെടുക എന്ന കാര്യവും കിട്ടും. പൂർണ്ണമായി അതിന്റെ കൂലിട്ടൂലാന്ന് മനസ്സിലായല്ലേ? കാരണം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കൂലിട്ടണമെങ്കിൽ നിയ്യത്ത് വെക്കണം. പിന്നെ ഇനി ആ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് മാത്രമേ കരുതിയുള്ളൂ, നോമ്പ് ഖളാ കൂട്ടാൻ കരുതിയില്ല, എന്നാ ഖളാ വിടുവോ? ഇല്ല, എന്നാ സുന്നത്ത് നോമ്പിന്റെ കൂലി മാത്രമേ കിട്ടൂ. ആ 2-3 കാര്യങ്ങൾ ഇപ്പോൾ അവിടെ ആയല്ലേ. പിന്നെ മറ്റേ ഈ ചോദ്യത്തിൽ ഇപ്പൊ എന്താണ്, അദ്ദേഹം ഈ മുഹറം 1 മുതൽ 10 വരെ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, സുന്നത്ത് നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. സുന്നത്ത് നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കിയ പിന്നെ ആ നോമ്പ് നോൽക്കൽ നിർബന്ധമായി. അപ്പൊ അതും നിർബന്ധമാണ്. പിന്നെ റമളാന്റെ നോമ്പും നിർബന്ധമാണല്ലേ, അത് രണ്ടും കൂടി നടക്കൂല. ഒരു ദിവസത്തെ നോമ്പ് കൊണ്ട് 2 നിർബന്ധമായ നോമ്പ് ലഭിക്കുക, അതുണ്ടാവും, അത് ലഭിക്കുകയില്ല. എന്നാ സഹോദരനെ PM അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ എന്തെങ്കിലും ഒന്നുകൂടി വിശദമായിട്ട് കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം, ഒരു ഇമാം പുത്തനാശയക്കാരൻ ആണോ എന്ന് വിചാരിച്ച് ഇമാമോട് കൂടി നിയ്യത്ത് വെക്കാതെ തുടർന്ന് 2ാമത്തെ റക്അത്തിൽ ആയതുകൊണ്ട് അത്തഹിയ്യാത്ത് 1ാമത്തെ റക്അത്തിൽ തന്നെ വന്നു. ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇമാമോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ചോദ്യം മനസ്സിലായിണ്ടാവൂലല്ലേ? ഒരാളെന്ത് ചെയ്ത്, അയാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറിക്കുമ്പോൾ അവിടുത്തെ ഒരു ഇമാമുണ്ട്, അയാൾ മുബ്തദി ആണോ എന്ന് ഇയാൾക്കൊരു സംശയം. അപ്പൊ എന്ത് ചെയ്ത്, തുടർന്നില്ല. ഇമാമിനോട് കൂടെ എന്ന് കരുതിയില്ല, നിയ്യത്ത് വെച്ചിട്ടില്ല. പിന്നെ വെറുതെ അവിടെ നിന്ന് അയാൾ റുക്കൂ ചെയ്യുമ്പോൾ ഇവൻ റുക്കൂ ചെയ്യുന്നു, അയാൾ എഴുത്തുദാൽ ചെയ്യുമ്പോൾ എഴുത്തുദാൽ ചെയ്യുന്നു. ഈ രീതിയിൽ അയാൾ കുഴപ്പമുണ്ടെന്ന് കാരണം ഉള്ളതേ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ, നിയ്യത്ത്
പിന്നെ ഇമാമിനോട് കൂടെ അല്ലെങ്കിൽ ജമാഅത്തായിട്ട് എന്ന് നിയ്യത്ത് വെക്കാതെ എന്ത് ചെയ്തു, ഒരാൾ ഒരു നിസ്കരിക്കുകയാണ്. എങ്ങനെ നിസ്കരിക്കുകയാണ്? ആ ഇമാമിനോട് തുടർന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. എന്നാൽ നിസ്കാരം ബാത്തിലാവുന്ന അവിടെ എങ്ങനെ ആണെങ്കിൽ ചിലായി കാത്തിരിക്കൽ ദീർഘമായാലാണ് ബാത്തിലായി, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അയാൾ ആ സഫീറിന്റെ പുറത്ത് നിസ്കരിക്കുന്നുള്ളൂ. ഈ പിന്നെ ഇമാം റുക്കൂ ചെയ്തപ്പോൾ ഇയാൾ റുക്കൂ ചെയ്തു, ഇമാം എഴുത്തുകാരിലേക്ക് പോയപ്പോൾ ഇയാൾ എഴുത്തുകാർ ചെയ്തു. അയാൾ ജമാഅത്തോട് കൂടിയാണ് കരുതിക്കണ, ഇല്ല നിയ്യത്ത് വെക്കാതെ. എന്നാൽ അവിടെ ഈ ഇമാമിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇയാള്. ആ കാത്തു നിൽപ്പ് കൂടുകയും ചെയ്യാണ്, കൂടുതൽ നേരമാവും ചെയ്യാണ്. എന്നാ നിസ്കാരം ബാത്തിലാവുന്ന നേരെ വെച്ചതല്ല. അയാള് ഇമാം റുക്കൂ ചെയ്യുമ്പോ ഇയാൾക്കും റുക്കൂ ചെയ്യാറായിട്ടുണ്ട്. അപ്പൊ അയാള് റുക്കൂ ചെയ്ത് ഇമാം എഴുത്തുദാലിക്ക് പോകുമ്പോ ഇയാൾക്കും എഴുത്തുദാലിക്ക് പോകാറായിട്ടുണ്ട്. അങ്ങനെ അയാളും എഴുത്തുദാലി ചെയ്തു. അങ്ങനെ നിസ്കാരം ബാത്തിലാവൂല. ഇമാമിനെ ഇയാൾ കാത്തു നിൽക്കുന്നു, ആ കാത്തു നിൽപ്പിന്റെ സമയം വൈകുകയും ചെയ്യുന്നു, എന്നാൽ നിസ്കാരം ബാത്തിലാകുന്ന. മറന്നു പോയാലും അങ്ങനെ തന്നെയാണ്. മറന്നാലും അങ്ങനെ തന്നെ. ഇമാമിനോട് കൂടി നിയ്യത്ത് വെച്ചിക്കണോ ഇല്ല എന്ന കാര്യം അയാൾ മറന്നു. എന്നിട്ട് എന്ത് ചെയ്ത് അങ്ങനെ ഇമാമിനെ കാത്തു നിൽക്കാൻ നിൽക്കുക. എന്നാലും പക്ഷെ ഇമാമിനോട് നിയ്യത്ത് അവിടുന്നായിട്ടുള്ള കൂലിട്ടോട് കൂടി എന്ന് അല്ലെങ്കിൽ ഇമാമിനോട് കൂടി എന്ന് കരുതി നിൽക്കുക. എന്നാൽ നിസ്കാരത്തിന്റെ ആദ്യം വെക്കുന്ന ജമാഅത്തിന്റെ കൂലി കിട്ടും. ബ്രദ ആ നിയ്യത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഇമാമിനോട് കൂടി എന്ന് കരുതുക, അല്ലെങ്കിൽ ജമാഅത്തായിട്ട് എന്ന് കരുതുക. അങ്ങനെ ഫലവു തറക്ക ഹാദിഹിൻ നിയ്യത്ത, ഈ നിയ്യത്തിനെ ഒരാൾ ഉപേക്ഷിച്ചു. ഏത് ഇമാമിനോട് കൂടെ എന്നുള്ള നിയ്യത്തിനെ അല്ലെങ്കിൽ ജമാഅത്തായിട്ട് എന്നുള്ള നിയ്യത്തിനെ ഒരാൾ ഉപേക്ഷിച്ചു. ഔ ശക്ക ഫിഹ, അല്ലെങ്കിൽ ഞാൻ നിയ്യത്ത് വെച്ചിക്കണോ ഇല്ലാത്ത കാര്യത്തിൽ സംശയിച്ചു. അങ്ങനെ താബഅ മുസല്ലിയൻ ഫീ ഫിഇലിൻ, അയാൾ എന്ത് ചെയ്താൽ നിസ്കരിക്കുന്ന ആളോട് ഇങ്ങനെ അയാളുടെ പ്രവർത്തനങ്ങളിലൊക്കെ അങ്ങനെ തുടർന്നുകൊണ്ട് നിസ്കരിക്കുകയും ചെയ്തു. അയാൾ റുക്കൂ ചെയ്തപ്പോൾ ഇവൻ റുക്കൂ ചെയ്തു, അയാൾ ഇഅ്തിദാൽ ചെയ്തപ്പോൾ ഇഅ്തിദാൽ ചെയ്തു, അയാൾ സുജൂദ് ചെയ്തപ്പോൾ സുജൂദ് ചെയ്തു. അങ്ങനെ അയാളുടെ പ്രവർത്തനത്തിൽ ഇയാളും ഇങ്ങനെ തുടർന്നു. അതെങ്ങനെ അയാൾ ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ അതല്ലെങ്കിലോ അയാൾ സലാം വീട്ടി, അല്ലേ? അയാൾ സലാം വീട്ടിയപ്പോ ഇയാളും സലാം വീട്ടി. എന്നാൽ ബിഅൻ ഖസദ ദാലിക മിൻ ഗൈരി ഇഖ്തിദാഇൻ ബി വതാല ഉർഫൻ ഇന്തിളാറുഹു ലഹു, ഈ നിസ്കരിക്കുന്ന ആളെ പിന്നെ പ്രതീക്ഷിക്കുന്നതിന്റെ സമയം വൈകുകയും ചെയ്തു. എന്നാൽ ബതല സ്വലാത്തുഹു, നമസ്കാരം ബാത്തിലാവുന്ന. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെന്താണ് ഒരു ചോദ്യം? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തയാൾ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ കാൽ രണ്ടും ഖിബലയിലേക്ക് നീട്ടി നിലത്ത് ഇരിക്കൽ, കസേരയിൽ ഇരിക്കൽ, ഇവ ഏതാണ് ഏറ്റവും നല്ലതെന്ന്? ഈ രണ്ടിലൊരു ഇരുത്തമല്ലാതെ അയാൾക്ക് സാധിക്കുകയില്ല, അല്ലേ? ഒരാൾക്ക് എന്താണ് നിന്ന് നിസ്കരിക്കാൻ സാധിക്കൂല, അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാനേ സാധിക്കുള്ളൂ. ആ ഇരുത്തം തന്നെ ആൾക്ക് എന്താ പറ്റുള്ളൂ? ഒന്നുകിൽ കസേരയിൽ ഇരിക്കുക, അല്ലെങ്കിൽ നിലത്തിരിക്കുകയാണെങ്കിൽ കാല് ഖിബലയിലേക്ക് നീട്ടിയിരിക്കണം. ഇതിൽ ഏതാണ് ഏറ്റവും നല്ലത് എന്നാണ് ചോദ്യം. ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്ന ആള് ഇരുന്ന് നിസ്കരിച്ചാൽ ഫർദ് നിസ്കാരം സഹിയാവൂല കേട്ടോ. ഒരാൾക്ക് നിൽക്കാൻ പറ്റും, അയാൾക്ക് അങ്ങനത്തെ ആൾക്ക് എന്ത് പറ്റൂല? ഫർദ് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂല, ഇരുന്ന് നിസ്കരിച്ച നിസ്കാരം സഹിയാവൂല. സുന്നത്ത് നിസ്കാരം പറ്റും, നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, കിടന്നിട്ടൊക്കെ നിസ്കരിക്കാം. സുന്നത്ത് നിസ്കാരം നിൽക്കാൻ സാധിക്കുന്നതിനോട് കൂടി ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ നിസ്കരിക്കാം, ഇരിക്കാൻ സാധിക്കുന്നതിനോട് കൂടി കിടന്നിട്ടൊക്കെ അങ്ങനെ നിസ്കരിക്കാം സുന്നത്ത് നിസ്കാരം. അതുകൊണ്ട് കുഴപ്പമില്ല. ഫർദ് നിസ്കാരം അങ്ങനെയല്ല. ഫർദ് നിസ്കാരം നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിൽക്കൽ നിർബന്ധമാണ്. പക്ഷെ ഇയാൾക്ക് ചോദിച്ച ആൾക്ക് എന്ത് ഈ ഇതിൽ പറഞ്ഞ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആൾക്ക് നിൽക്കാൻ വയ്ക്കൂല, ആൾക്ക് ഇരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇരിക്കുമ്പോ തന്നെ രണ്ടു തരം ഇരുത്തി ആൾക്ക് വയ്ക്കുള്ളൂ. ഒന്നിൽ കസേരയിൽ ഇരുന്നിട്ട് നിസ്കരിക്കാനേ പറ്റുള്ളൂ, അതല്ലെങ്കിൽ പിന്നെ ഈ നിലത്തിരിക്കുകയാണെങ്കിൽ ഇഫ്തിറാഷിന്റെ എഴുത്തമോ തബറുക്കിന്റെ എഴുത്തമോ ആൾക്ക് സാധിക്കൂല. അയാൾക്ക് ഇങ്ങനെ കാല് ഖിബലിന്റെ ഭാഗത്തേക്ക് നീട്ടിട്ട് അങ്ങനെ ഇരിക്കാനേ സാധിക്കുള്ളൂ. എന്നാൽ ഏത് ഇരുത്താണ് ഏറ്റവും നല്ലതെന്നാണ്.
ഇവിടെ എങ്ങനെ ഇരുന്നാലാണോ അവന് റുകൂഅ് സുജൂദൊക്കെ നല്ല പോലെ ചെയ്യാൻ സാധിക്കുക, അങ്ങനത്തെ ആ ഇരുത്തമാണ് ഏറ്റവും നല്ലത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കസേര ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽ നീട്ടി ഇരുന്നാൽ പിന്നെ കുനിയുന്നതിനേക്കാളും കുനിയാൻ സാധിക്കും റുകൂഇന് വേണ്ടി. അതുപോലെ തന്നെ കാൽ നീട്ടി ഇരുന്നാൽ കുനിയുന്നതിനേക്കാളും കൂടുതൽ കുനിയാൻ സാധിക്കും സുജൂദിന് വേണ്ടി. എങ്കിൽ അവിടെ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കലാണ് അയാൾക്ക് നല്ലത്. നേരെ മറിച്ച് അതല്ല, കസേരയിൽ നിസ്കരിക്കുമ്പോൾ ആൾക്ക് ഇങ്ങനെ കുനിയാനേ സാധിക്കുള്ളൂ. നേരെ മറിച്ച് കാല് നീട്ടിട്ടെങ്കിലും ഇരുന്നാൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കുനിയാൻ സാധിക്കും റുകൂഇനും സുജൂദിനൊക്കെ വേണ്ടി. അതല്ലെങ്കിൽ പിന്നെ സുജൂദിന് വേണ്ടി നെറ്റിത്തട നിലത്ത് വെക്കാൻ സാധിക്കും. ഇങ്ങനെ സാധിക്കുന്നത് ഏതാണോ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ റുകൂഇനും സുജൂദിനും വേണ്ടി എങ്ങനെ ഇരുന്നാലാണ് കൂടുതൽ കുനിയാൻ സാധിക്കുക ആ ഇരുത്തമാണ് അവന് ഏറ്റവും നല്ലത് എന്നർത്ഥം. പിന്നെന്താണ്? ജംഉം ഖസ്റും ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിസ്കരിക്കുമ്പോൾ ജംആക്കുന്നു എന്ന് പ്രത്യേകം നിയ്യത്ത് വെക്കണം. അത് വേണം. ജംആക്കുന്നു എന്ന് കരുതണം. നിസ്കരിക്കുമ്പോൾ ജംആക്കുന്നു എന്ന് കരുതണം. അതല്ല എങ്കിൽ നിസ്കാരം ഖളായി പോകും. ഫർള് ആദ്യം നിസ്കരിക്കുകയാണ്, മുന്തിച്ചമാക്കുമ്പോ പിന്നെ ആദ്യത്തെ നിസ്കാരത്തിൽ അത് വേണമെന്നില്ല. ആദ്യത്തെ നിസ്കാരത്തില് ഇപ്പൊ ളുഹർ നിസ്കരിക്കുകയാണ്. ളുഹർ നിസ്കരിക്കുമ്പോ ഞാൻ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് തന്നെ ഞാൻ പിന്നെ അസ്റോട് കൂടി ജമാഅത്ത് കരുതൽ നിർബന്ധമില്ല. പിന്നെ സലാം വിടുന്നതിന് മുമ്പായിട്ട് ആദ്യത്തെ നിസ്കാരത്തിന് സലാം വിടുന്നതിന് മുമ്പായിട്ട് അവൻ മനസ്സിൽ കരുതിയാൽ മതി, ഞാൻ അസ്റും ഇതോടുകൂടി ജമാഅത്ത് നിസ്കരിക്കും എന്ന് കരുതിയാൽ മതി. പിന്നെന്താണ്? പിന്തിച്ച് ജമാഅത്താണെങ്കിലോ ആദ്യത്തെ നമസ്കാരത്തിന്റെ വഖത്ത് ഖളാഅിന് മുമ്പായിട്ട് കരുതണം. ഞാൻ ഈ നിസ്കാരം എന്ത് ചെയ്യും? അടുത്ത വഖത്തിൽ പിന്നെ ജമാഅത്ത് നിസ്കരിക്കുന്നു. പിന്നെ അതിന് പുറമെ എന്തും വേണം? പിന്നെ നിയ്യത്ത് വെക്കുന്ന സമയത്ത് ഞാൻ ജമാഅത്ത് നിസ്കരിക്കും എന്ന് കരുതുകയും ചെയ്യുക. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ആ നിയ്യത്ത് വെക്കുന്ന സമയത്ത് ജമാഅത്ത് എന്നും കൂടി കരുതുകയും ചെയ്യുക. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എനിക്ക് 2 ആൺകുഞ്ഞാണ്. ഇപ്പോൾ ഭാര്യ ഗർഭിണിയാണ്. സുഖപ്രസവത്തിന് സ്വാലിഹത്തായ ഒരു പെൺകുഞ്ഞിന്റെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പിന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രദാനം ചെയ്യട്ടെ. ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന, നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകിക്കൊണ്ട് അള്ളാഹു നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മുഹറം 10 മുമ്പേ വീടിന് കുറ്റിയടിക്കൽ, കട്ടില വെക്കൽ പോലുള്ള കാര്യത്തിന് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. അതായത് ഹറാമോ കറാഹത്തോ ഇല്ലാന്ന്. നമ്മുടെ നാടുകളിൽ വയസ്സായ ആളുകൾ 10 മുമ്പ് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഇതിന് വല്ല അടിസ്ഥാനമുണ്ടോ? ഞാൻ പറയാറ് ഹറാമില്ലാന്ന്. ഏത് മുഹറം 10 മുമ്പായിട്ടേ, മുഹറം 10 മുമ്പായിട്ട് വീടിന് കുറ്റിയടിക്കലോ അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കലോ അല്ലെങ്കിൽ വീടിന് കട്ടില വെക്കലോ എന്ത് കാര്യം ചെയ്യാനും ശരി, അത് അങ്ങനെ ചെയ്യൽ ഹറാമും ഇല്ല കറാഹത്തും ഇല്ല. പിന്നെ അതുകൊണ്ട് വല്ല വിരോധം ഉണ്ടോന്നാ? വിരോധം വെച്ചാൽ അങ്ങനത്തെ അതല്ല. ചില നെഹസ് ഉണ്ടല്ലോ, നല്ല ദിവസവും ചീത്ത ദിവസവും, അതുണ്ടോ ഇല്ലേ? നമ്മുടെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ മദ്ഹബിലെ ഇമാമിങ്ങൾ തന്നെ, ഉലമാക്കൾ തന്നെ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി പോലെയുള്ള മഹാന്മാർ പറയുന്നു നെഹസും സായതൊന്നും ഇല്ലാന്ന്. എല്ലാ ദിവസവും നല്ല തന്നെയാണ്. അങ്ങനെ ഒരു പിന്നെ ചില വിഷയങ്ങൾക്ക് ഇന്ന ദിവസം മോശം അങ്ങനൊന്നുമില്ല. അങ്ങനെ അത് അങ്ങനെ നോക്കേണ്ടത് ഗുണമുള്ള കാര്യമല്ല. ജൂതന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണ്, യഹൂദികളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി ഒക്കെ പറഞ്ഞത്. നല്ല ദിവസമൊക്കെ നോക്കലേ.
പിന്നെ എന്താ മൂമിനായ മനുഷ്യൻ വേണ്ട എന്താ? അള്ളാഹുൽ തവക്കുൽ ചെയ്യുക, എന്നിട്ട് കാര്യം നടത്തുക, ഇതാണ് വേണ്ടത് എന്ന പക്ഷക്കാരാണ് അദ്ദേഹം. അതേസമയത്ത് വേറെ ഇമാമികളൊക്കെ പറഞ്ഞിട്ടല്ല, നെഹ്സും ഷായതൊക്കെ ഉണ്ട്. മുൻകാലങ്ങളിൽ മുസ്ലിം ഉമ്മത്തിന് ചില പിന്നെ വിഷമകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ദിവസങ്ങൾ മടങ്ങി വരുമ്പോൾ ആ ദിവസമൊക്കെ നെഹസാണ്, ആ ദിവസത്തിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോ അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറയുന്നുണ്ട്, തവക്കുലാക്കാൻ സാധിക്കുന്ന ആളുകളാണ്. അള്ളാഹുൽ തവക്കൽത്തുള്ള നാവോണ്ട് പറയലട്ടാ, തവക്കൽത്തുള്ള നാവോണ്ടല്ല, ശരിക്കും മനസ്സിൽ കാര്യങ്ങൾ ശരിക്കും അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ മാത്രമുള്ള ശക്തമായ ഈമാനൊക്കെ ഉള്ള കൂട്ടരാണ് ഇവർക്ക് നല്ലത്. അത് നോക്കാതിരിക്കലാണെന്നാ. അല്ലാത്തൊരു വഴി നോക്കിക്കോട്ടെ. കാരണം അല്ലെ, ഒരു മനസ്സിനിങ്ങനെ ഒരു ഉഴഫുള്ള എന്താകുക, അങ്ങനെ ഒരു ആശങ്ക ഉള്ള കൂട്ടർ ഇനിയിപ്പോ അന്നും ചെയ്യാൻ ആ ദിവസമാണ് മാറ്റി വെക്കാൻ നല്ലത്. ആ ദിവസം എന്ന് നമ്മുടെ ചില ഉലമാക്കള്, നമ്മുടെ ഉസ്താദന്മാർപ്പെട്ട ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ യാത്രക്ക് ഏറ്റവും നല്ല ദിവസങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും നല്ല ദിവസം അല്ലേ, ഏറ്റവും നല്ല ദിവസം യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം ഏതാണ്? ശനിയാഴ്ച നല്ല ദിവസമാണ്, തിങ്കളാഴ്ച നല്ല ദിവസമാണ്, വ്യാഴാഴ്ച നല്ല ദിവസമാണ് അല്ലേ. യാത്രക്ക് ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ച യാത്ര പുറപ്പെടുക നല്ലതാണ്, വ്യാഴാഴ്ച യാത്ര പുറപ്പെടുക നല്ലതാണ്, ശനിയാഴ്ച യാത്ര പുറപ്പെടുക നല്ലതാണ്. വെള്ളിയാഴ്ച നെഹസിന്റെ വിഷയമല്ലേ പറഞ്ഞ, നെഹസ് ഇതിപ്പോ സുന്നത്താണ് ഏറ്റവും. ഇത് നമ്മുടെ ഫിഖിന്റെ കിതാബിലൊക്കെ ഉള്ളതാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് ഏത് യാത്രക്ക് ഏറ്റവും നല്ലതേ. ഇമാം നബി തങ്ങൾ ഇറാഹില് ഹജ്ജിന് യാത്ര പുറപ്പെടുമ്പോൾ ഏത് ദിവസം നല്ലതെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വ്യാഴാഴ്ച യാത്ര പുറം ഏറ്റവും നല്ലതാണ്, തിങ്കളാഴ്ച നല്ലതാണ്, ശനിയാഴ്ച നല്ലതാണെന്നൊക്കെ ഉണ്ട്. മറ്റ് നെഹസ് എന്ന് പറഞ്ഞൊരു ഫിഖ്ഹി സംബന്ധമായ വിഷയമല്ല നെഹസ് നോക്കാനുള്ളത്. അത് ഇബ്നു ഹജറുൽ ഹൈതമിനെ പോലത്തെ ആൾക്കാരൊക്കെ നോക്കാതിരിക്കലാണ് നല്ലത്, നോക്കണത് നല്ലതല്ല എന്ന് പറഞ്ഞ കൂട്ടരാണല്ലോ. എന്നാൽ ചില ആളുകളൊക്കെ നോക്കണോണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നോക്കണത് നല്ലതാന്ന് ആരും പറഞ്ഞിട്ടില്ല, നോക്കുന്നത് നല്ലതാന്നല്ല, നോക്കുന്ന ഗുണമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ നോക്കുന്ന തിരക്കടില്ല എന്നും പറഞ്ഞ അത്രേ ഉള്ളൂ. പിന്നെ വെള്ളിയാഴ്ച യാത്ര ചെയ്യൽ പാടില്ല. ഇപ്പോ വെള്ളിയാഴ്ച ഫജ്ർ സാദിഖ് വെളിവായതിനു ശേഷം, വെള്ളിയാഴ്ച സുബ്ഹിന്റെ ശേഷം ഈ യാത്ര പോകുന്ന ആൾക്ക് വഴിയിൽ വെച്ച് ജുമാ കിട്ടും എന്ന് ഉറപ്പില്ല എങ്കിൽ അയാൾക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്, കറാഹത്തൊന്നുമല്ല, ഹറാമാണ്. വെള്ളിയാഴ്ച സുബ്ഹിക്ക് ശേഷം യാത്ര പുറപ്പെടൽ ഹറാമാണ്. എപ്പോൾ ഒഴികെ അയാൾ യാത്ര പുറപ്പെട്ടാലും വഴിയിൽ വെച്ച് ജുമാ ആൾക്ക് കിട്ടുന്നു ആൾക്കറിയാം, എന്നാൽ ഹറാമില്ല, അല്ലെങ്കിൽ ഹറാമാണെന്ന്. അവിടെ മാലിക്കി മദ്ഹബില് ഹറാം ഉച്ചന്റെ ശേഷമേ ഉള്ളൂ എന്നാ, അതിന്റെ മുമ്പ് കറാഹത്താണ് മാലിക്കി മദ്ഹബില്. ഞാൻ നേരത്തെ പറഞ്ഞ ഷാഫി മദ്ഹബാണ്, സുബ്ഹിക്ക് ശേഷം യാത്ര ഹറാമാണ്, വഴിയിൽ വെച്ച് ജുമാ കിട്ടുമെങ്കിൽ ഹറാമില്ല. നേരെ മാലിക്കി മദ്ഹബ് ഹറാമല്ല, കറാഹത്താണ്. എന്നാൽ ഹറാം എപ്പോഴേ ഉള്ളൂ? ഉച്ചയുടെ ശേഷം, ദുഹ്റാന് ശേഷം പിന്നെ എന്ത് ചെയ്യാ, ജുമാക്ക് പങ്കെടുക്കാതെ യാത്ര പോകുക, അത് ഹറാമാണ് എന്ന് മാലിക്കി മദ്ഹബ് അതങ്ങനെയാണ്. അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സക്കാത്ത് കൊടുക്കാത്ത കച്ചവടക്കാരനായ അയാൾ വാശി വല്ലതും കഴിക്കാൻ തന്നാൽ, അല്ല അയൽവാസി അല്ലേ പടച്ചോനെ, അയാൾ പിന്നെ വാസി വേറെ വരിയിലാണ്. വല്ലതും കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാലേ, അയാളുടെ അടുക്കൽ ഒരു വ്യക്തി, ആ വ്യക്തിന്റെ അടുക്കലുള്ള പൈസ മുഴുവൻ ഹറാമായ പൈസ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. എന്നാൽ അയാൾ തരണം നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. ഒരു വ്യക്തി നിങ്ങൾക്ക് സാധനം തരുന്നു, അയാളുടെ കയ്യിൽ ഹറാമായ പൈസ മാത്രമേ ഉള്ളൂ, ഹലാലായ പൈസ ഒന്നുമില്ല എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്. എന്ന് വെച്ചാൽ സക്കാത്ത് കൊടുക്കാതെ പിന്നെ കൂട്ടിവെച്ച സ്വത്ത് മാത്രമേ അയാളുടെ അടുക്കലുള്ളൂ, വേറെ അയാൾക്ക് അടുക്കൽ സ്വത്തൊന്നും ഇല്ല എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ് നിൽക്കുക. എന്നാൽ അയാളുടെ ഭക്ഷണം കഴിക്കൽ, അയാളെന്തെങ്കിലും തന്നാൽ അതൊക്കെ വാങ്ങൽ ഹറാമാണ്. നേരെ മറിച്ച് അതല്ല, അയാൾക്ക് അങ്ങനെ ഹറാമായ പൈസ ഉണ്ട്, ഹലാലായ പൈസ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ തന്നത് ഇപ്പം ഏത് കൊണ്ട് വാങ്ങിയതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല, അതറിയില്ല. എന്നാൽ അത് പിന്നെ കഴിക്കാതിരിക്കാൻ നല്ലത്, കഴിക്കുന്നത് കൊണ്ട് വിരോധമില്ല. മനസ്സിലാകണ്ടല്ലോ അല്ലേ? സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആളാണ്, അയാള്
സക്കാത്ത് കൊടുക്കാതെ ആ സക്കാത്ത് കൊടുക്കേണ്ടുന്ന ആ സംഖ്യ അയാൾ സ്വരൂപിച്ചു വെച്ചു, അങ്ങനെയുള്ള പൈസ മാത്രമേ അയാൾ അടുക്കൽ ഉള്ളൂ എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ അയാൾ തരുന്നതൊക്കെ വാങ്ങൽ ഹറാമാകുന്നു, നിങ്ങൾക്കത് അനുവദനീയമല്ല. നേരെ മറിച്ച് അയാൾ അടുക്കൽ ഹലാലുമുണ്ട് ഹറാമുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തന്ന സാധനം ഹറാമായ പൈസ കൊണ്ട് വാങ്ങിയതാണോ ഹലാലായ പൈസ കൊണ്ട് വാങ്ങിയത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ നിന്ന് വാങ്ങാതിരിക്കലാണ് നല്ലത്, വാങ്ങുന്നത് കൊണ്ട് വിരോധമില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹ്. ഫിദിയ കൊടുക്കുന്നത് ഹറമിന്റെ 18 കിലോമീറ്റർ പുറത്തു പറ്റുമോ? ഇല്ല. ഹജ്ജ് സംബന്ധമായ ഫിദിയാണെങ്കിൽ ഹറമിന്റെ അകത്തായിരിക്കണം. ഹറമിന്റെ അകം എന്ന് പറഞ്ഞാൽ ഹറം എന്ന് പറഞ്ഞാൽ മക്ക മാത്രമല്ല കേട്ടോ, മസ്ജിദുൽ ഹറാമും മാത്രമല്ല. ഹറം എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാമും പിന്നെ മക്ക മുഴുവൻ ഹറമാണ്. അതിന് പുറമെ മക്കയുടെ പുറത്തുകൊണ്ട് ഹറം. ഇപ്പൊ മിന ഹറമിൽപ്പെട്ടതാണ്, മുസ്ദലിഫ ഹറമിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്തുണ്ടല്ലോ അത് ജബലുനൂർ ആ വഴിക്ക് ജഹറാനത്തേക്ക് പോകുമല്ലോ അല്ലെ, ജഹറാനത്തേക്ക് കണ്ട് പോകുമ്പോ പിന്നെ ജബലുനൂറൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് എത്തണം. അതുവരേക്കും ഹറമാണ്. അപ്പൊ ഹറം പ്രദേശത്തിന്റെ അപ്പൊ മക്ക, മുസ്ദലിഫ, മിന ഒക്കെ അടങ്ങുന്ന, പിന്നെ ഞാൻ അതിന്റെ 4 ഭാഗത്തുള്ള ഫുള്ളായിട്ട് ഇപ്പൊ പറയാൻ വയ്യ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ് ഇവിടെ മക്കയുടെ അതിർത്തി അല്ല ഹറമിന്റെ അതിർത്തി. അപ്പൊ ആ ഹറമിന്റെ അതിർത്തിയിൽപ്പെട്ട എവിടെയെങ്കിലും ആയിരിക്കണം കൊടുക്കേണ്ടത്. ഹറമിന്റെ പുറത്ത് കൊടുത്താൽ സഹിയാവുകയില്ല. അസീസിയൊക്കെ ഹറമാണ്. തെനഈം ഹറമിൽപ്പെട്ടതല്ല. മസ്ജിദ് ആയിഷ ഉണ്ടല്ലോ, ആ തെനഈം ഹറമിൽപ്പെട്ടതല്ല. ആ തെനഈമിന്റെ അടുത്ത് വരേക്കും ഹറമാണ്. ഹറം പ്രദേശം കഴിഞ്ഞാൽ കുറച്ചും കൂടി തെനഈമിൽ കൊള്ളൂ. അപ്പൊ തെനഈമിന്റെ ഏകദേശം അടുത്ത് വരേക്കും ഹറമുണ്ട്. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. ഉസ്താദ് ഇശാ നിസ്കാരത്തിന്റെ ഉസ്താദ് എന്ന് ചേട്ടാ, ഞാൻ സാധാരണ ചില ആൾക്കാരൊക്കെ ഉസ്താദ് എന്ന് എഴുതുന്നുണ്ട്, അപ്പൊ ഞാൻ അതനുസരിച്ച് വായിച്ചതാണ്. ഇയാളെ ഇല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി. ഇശാ നിസ്കാരത്തിന്റെ ഞാൻ ആൾക്കാരങ്ങനെ ഉസ്താദ് എന്ന് എഴുതാൻ വേണ്ടി പറയില്ല കേട്ടോ. ഞാനത് പിന്നെ അങ്ങോട്ട് വായിച്ചപ്പോഴേ ആ ഞാൻ ചെയ്ത ആൾ ഇപ്പൊ ഞാൻ വായിക്കുമ്പോ കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഞാനിപ്പോ അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ, ഇപ്പൊ എന്റെ മുമ്പ് ഇങ്ങനെ വായിച്ചതെന്ന് തോന്നണ്ടാന്ന്. അതങ്ങാണ്ട് ആഗ്രഹമൊന്നുമില്ല, ഒരാഗ്രഹമില്ല. ഇപ്പൊ ഈ ഉസ്താദുലി എല്ലാം കൂടിക്കണം. സകല മനുഷ്യന്മാർ ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം ഇതുണ്ടായിരുന്നില്ല. ആദ്യം അതൊക്കെ ഇപ്പോ ഉസ്താദായ ആളുകൾ തന്നെ ഉസ്താദ് പറയാറുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ അവർ തന്നെ പിന്നെ മുഴുവൻ ഇപ്പൊ ഈക്കനൊക്കെ ഈക്കുസ്താദ് പറഞ്ഞിരുന്നില്ല പണ്ട്. ചിലർ പ്രിൻസിപ്പാൾ പറയും, ജാനത്തെ കുട്ടികളൊക്കെ ചിലപ്പോൾ പ്രിൻസിപ്പാൾ പറയും, അല്ലെങ്കിൽ ഈക്കെന്ന് പറയും, അല്ലെങ്കിൽ ഷംസുലുലമ എന്ന് പറയും, അല്ലെങ്കിൽ ഷെയ്ഖുന എന്ന് പറയും ചിലവര്. ഇപ്പൊ അതല്ല, ഇപ്പൊ സകല മനുഷ്യന്മാർ ഉസ്താദായിക്കണില്ലേ. എന്തി വീട്ടിലിരുന്ന് തന്നെ അറിഞ്ഞത്, ചാലിത്തെ എന്തി വീട്ടിലിരുന്ന് പിന്നീട് മുമ്പ് ഓക്കെ ഉസ്താദ് പിന്നീടൊക്കെ പറച്ചു തുടങ്ങിയാണ്. അപ്പൊ ഏതായാലും ശരി, അത് പോട്ടെ. അസ്സലാമു അലൈക്കും. ഇശാ നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പേ യാത്ര അവസാനിക്കുമെന്ന് ഉറപ്പായിരിക്കെ ഇശാനെ മഗ്രിബിന്റെ കൂടെ നിസ്കരിക്കാൻ പറ്റും. ഇശാന്റെ അയാളെ യാത്ര എന്തുണ്ട്, അയാൾ 132 കിലോമീറ്റർ ദൂരമുള്ള യാത്ര ആയിരിക്കണം ഉള്ളൂ. അങ്ങനെ ആ നിബന്ധന മൊത്തം സ്ഥലത്തേക്ക് അയാൾ പോവുകയാണ്. പിന്നീട് അയാൾ മടങ്ങി വരുമ്പോഴല്ലെങ്കിൽ ഇങ്ങനെയാണ് ആവട്ടെ, അയാളുടെ ആ യാത്ര അവസാനിക്കും. ഇശാന്റെ സമയം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ. എന്നാലും അയാൾക്ക് എന്ത് ചെയ്യാം, വഴിയിൽ വെച്ച് ഇശ ജമാക്കി നിസ്കരിക്കാം. പിന്നെ അയാൾ നാട്ടിലെത്തിയതിനു ശേഷം വീണ്ടും ഇശാന്റെ സമയം നിൽക്കുക, എന്നാലും ഇനി മടക്കി നിസ്കരിക്കണം വേണ്ട എന്ന് മാത്രമല്ല ഇനി മഗ്രിബിന്റെ സമയത്ത് തന്നെ അയാൾ എന്ത് ചെയ്ത് ഇശാന്റെ സമയം ആണിന് മുമ്പ് തന്നെ അയാളെ യാത്ര അവസാനിക്കുന്നുണ്ട്. എന്നാലും ചാക്കടില്ല. ഇശാന്റെ സമയം തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാള് റാസൽ ഹൈമയിൽ നിന്ന് അബുദാബിയിലേക്ക് പോയതാണ്. ആള് 132 കിലോമീറ്ററിനേക്കാളും കൂടുതലുണ്ട്, ജന്മം കസറൊക്കെ പറ്റും.
അങ്ങനെ അയാളെന്ത് ചെയ്ത് വഴിയിൽ വെച്ച് മഗ്‌രിബ് ജംആക്കി മഗ്‌രിബിന്റെ കൂടെ ഇശയും കൂടി നിസ്കരിച്ചു. വഴിയിൽ വെച്ച് മഗ്‌രിബിന്റെ കൂടെ ഇശയും കൂടി നിസ്കരിച്ച് പിന്നെ അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എപ്പോഴെത്തി ഇശാ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് അയാൾ സ്ഥലത്തേക്ക് എത്തി നിൽക്കുക. എന്നാലും ഇശാ നിസ്കരിക്കണോ? വേണ്ട. എന്താ കാരണം? ജംആക്കൽ അനുവദനീയമായ സമയത്ത് അയാൾ ഇശാ ജംആക്കി നിസ്കരിച്ചിട്ടുണ്ട്. ഇനി പിന്നെ മടക്കി നിസ്കരിക്കണ്ട. മനസ്സിലായല്ലേ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, യാത്രക്കാരന് ജുമുഅ നിർബന്ധം ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ജുമുഅ ദിവസത്തെ യാത്ര പുറപ്പെടുമ്പോൾ ഉള്ള ഷാഫിഈ മദ്ഹബിലെ വിധി ഇങ്ങനെ യാത്രയിലായാൽ പിന്നെ ജുമുഅ നിർബന്ധമില്ല എന്നാ. പക്ഷെ അതേ സമയത്ത് അത് മറ്റത് വേറെ. വെള്ളിയാഴ്ച യാത്ര പുറപ്പെടൽ ഹറാമാണ് എന്ന്. അതാണ് വിഷയം. വെള്ളിയാഴ്ച സുബ്ഹിക്ക് ശേഷം അത് വേറൊരു മസലയാണ്. വെള്ളിയാഴ്ച സുബ്ഹിക്ക് ശേഷം യാത്ര പുറപ്പെടൽ ഹറാമാകുന്നു. പിന്നെ എപ്പോഴേ യാത്ര പറ്റൂ? വഴിയിൽ വെച്ച് ജുമുഅ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ യാത്ര ചെയ്യാൻ പറ്റൂ. അത് വേറെ. അവൻ യാത്ര പുറപ്പെട്ടു, അപ്പൊ ആ യാത്ര ഹറാമാ, എന്നാ യാത്ര പുറപ്പെടൽ ഹറാമാകുന്നു. യാത്രയിൽ പ്രവേശിച്ചു, പിന്നെ അയാൾക്ക് ജുമുഅ നിർബന്ധമുണ്ടോ? ഇല്ല. ജുമുഅ നിർബന്ധം ഇല്ല, അത് വേറെ. പുറപ്പെടൽ ഹറാം, അത് വേറെ. രണ്ടും രണ്ട് മസലയാണ്. പിന്നെ ചില സമയത്ത് യാത്ര ചെയ്യുമ്പോൾ ജംആക്കാൻ പറ്റുന്ന ദൂരം ഇല്ലെങ്കിൽ നിസ്കരിക്കാൻ സൗകര്യം കിട്ടാറില്ല. അത്തരം സമയം ജംആക്കാൻ, അത് നമ്മൾ ശാഫിഈ മദ്ഹബിൽ തന്നെ ഖസീറ ജംആക്കാൻ യാത്രക്കും ജംആക്കാൻ പറ്റും എന്ന് പിന്നെ ഒരു ഇതുണ്ട്. ഖസീറായ, അതായത് 132 കിലോമീറ്റർ ദൂരം ഇല്ല, അങ്ങനത്തെ യാത്രയാണെങ്കിലും ജംആക്കാം എന്ന് ശാഫിഈ മദ്ഹബിൽ പ്രബലമല്ലാത്തൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പിടിച്ചിട്ട് നിർബന്ധ ഘട്ടത്തിൽ അങ്ങനെ ജംആക്കുന്നത് കൊണ്ട് വിരോധമില്ല. ചിലപ്പോൾ അങ്ങനെ അത്യാവശ്യം വരും, ചിലപ്പോ അല്ലേ, ചിലപ്പോൾ അങ്ങനെ അത്യാവശ്യം വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ കോഴിക്കോട് നിന്ന് എടപ്പാൾക്ക് ബസ് കയറുകയാണ്. കോഴിക്കോട് നിന്ന് എടപ്പാൾക്ക് ഒരാൾ ബസ് കയറുകയാണ്. സംഗതി കോഴിക്കോട് നിന്ന് എടപ്പാൾക്ക് 132 കിലോമീറ്റർ ഉണ്ടാ? ഇല്ല, 132 കിലോമീറ്റർ ഇല്ല. അയാൾ യാത്ര ആ ബസ് കയറുന്ന മഗ്‌രിബിക്കാണ്. അയാള് മഗ്‌രിബിന്റെ ഒരു 5 മിനിറ്റ് മുമ്പാണ് അയാള് ബസ് കയറുന്നത്. മഗ്‌രിബിന്റെ ഒരു 5 മിനിറ്റ് മുമ്പാണ് അയാൾ ബസ് കയറുന്നത്. അങ്ങനെ അയാള് പിന്നെ മഗ്‌രിബിന്റെ 5 മിനിറ്റ് മുമ്പാണ് അയാൾ ബസ് കയറുന്നത്. അയാൾ എടപ്പാച്ചങ്കത്ത് എത്തുമ്പോഴേക്കും ഇശാന്റെ സമയമാവും ചെയ്യും അല്ലേ? എടപ്പാളെത്തുമ്പോഴേക്കും ഇശ ആവും. അയാൾക്കാണെങ്കിലും ആ ബസ്സിൽ തന്നെ വരൽ നിർബന്ധമാണ് അയാൾക്ക്. ഉദാഹരണം പറയണ്ടേ, ആ ബസ് കയറിയിട്ടില്ല, ഇനി വേറെ ബസ്സില്ല, ആ സമയത്ത് ഇനി എടപ്പാൾക്ക് വേറെ ബസ്സില്ല, ഇത് ലാസ്റ്റ് ബസ്സാണ്. അങ്ങനത്തെ എന്തെങ്കിലും കാരണം എന്ത് നേച്ചോളി. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ചിലപ്പോ ആ ബസ് പിന്നെ മഗ്‌രിബ് ഖളാവും, പിന്നെ അല്ലേ മഗ്‌രിബ് ഖളാവും. ഖളാക്കാൻ പാടില്ല, കുറ്റകരമായ വിഷയല്ലേ. അപ്പൊ അവിടെ ശാഫിഈ മദ്ഹബിലെ പ്രബലമല്ലാത്ത അഭിപ്രായം പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഞാൻ മഗ്‌രിബ് ഇശയോടുകൂടി ജംആക്കുന്നു എന്ന് കരുതുക. എന്നാലും ഖളാക്ക് കുറ്റം അവർക്ക് ഉണ്ടാവില്ല. കാരണം എന്താ ഖളാക്ക് കുറ്റമില്ല എന്ന് പറയാൻ കാരണം, ഓൻ പറയാൻ അർഹതപ്പെട്ട ഒരാൾ പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ചിരിക്കുന്നത്. ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം, മുഅ്തമദായ ഏറ്റവും പ്രബലമായ അഭിപ്രായത്തിലും ശരി ഒരു അഭിപ്രായം തന്നെയുള്ള ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് അവൻ അങ്ങനെ ആ പണി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അഭിപ്രായം സ്വീകരിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, അന്ധമാർക്ക് രോഗം എന്തൊക്കെയാ റബ്ബേ ഇതെങ്ങനെ വായിക്കുക? അന്തമു മാനസികമായ രോഗ ശരി. എന്റെ പടച്ച റബ്ബേ എന്തെങ്കിലും ഇങ്ങനൊക്കെ എന്റെ ഉമ്മാക്ക് എഴുതിക്കുകയാണ്. ഇത് രണ്ടും കൂടി കൂട്ടി എഴുതി ഞാൻ അങ്ങനെ വായിക്കുക. എന്റേന്നുള്ളതിന് എ അല്ല ശരിക്കും അങ്ങനെ ഒരു വിഷയമാണ്. അപ്പൊ എന്റെ എന്നുള്ള അവിടെ നിങ്ങൾ END സ്പേസ് ഇട്ട അവിടെ അല്ലേ. എന്നിട്ട് പിന്നെ ഉമ്മാക്ക് വേറെ എഴുതുകയാണെങ്കിൽ എത്ര വേഗം വായിക്കുക? അതൊക്കെ പാടാണ് കൂട്ടി എഴുതിക്കുക.
മാനസികമായ രോഗമാണ് ദുആ ചെയ്യണം. നമസ്കാരം ഒന്നും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം ശിഫാക്കി കൊടുക്കട്ടെ. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഉമ്മാക്ക് എത്രയും വേഗം ശിഫ പ്രദാനം ചെയ്യട്ടെ. നിസ്കാരമൊക്കെ ഉണ്ടാകാൻ ഒക്കെ പൂർണ്ണമായി ശിഫയായി നിസ്കാരം പോലത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഇനിയിപ്പോ നിസ്കാരം മാനസികമായ വിഷമാണ്, ആ സമയത്ത് നിസ്കരിക്കാൻ നിർബന്ധമില്ല കേട്ടോ. ബുദ്ധിക്ക് ശരിക്ക് ബുദ്ധി കൃത്യമല്ല നിൽക്കുക. അപ്പൊ നിസ്കാരം നിർബന്ധമൊന്നുമില്ല. നിസ്കരിക്കാത്തതിന് വലിയ ഒരു കുറ്റക്കാരിയല്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം ശിഫ നൽകുകയും എന്നിട്ട് നല്ല അവസ്ഥ അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ ഉസ്താദ്, ഹറം അതിർത്തിയിൽ മുഴുവനും 1,00,000 റക്അത്ത് കൂലി കിട്ടുമോ? അത് കിട്ടും. ഹറം പ്രദേശത്ത് മുഴുവൻ നിസ്കരിച്ചാലും 1,00,000 നിസ്കാരത്തിന് കൂലിയാണ്. പക്ഷെ അത് ഹറം പള്ളിക്കകത്ത് നിസ്കരിക്കുമ്പോൾ ആ 1,00,000ത്തിന്റെ വണ്ണവലിപ്പം കൂടും. അങ്ങനെയാണ്. ഉദാഹരണം, പിന്നെ കൂലി കിട്ടും. എവിടെ നിസ്കരിച്ചാലും 1,00,000 കൂലി കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ, അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹറം പ്രദേശത്ത് എവിടെ നിസ്കരിച്ചാലും 1,00,000 സാറിന് അമീരല്ലൂരത്തെ വീടുണ്ടാവുമല്ലോ അല്ലെ? നമ്മളൊക്കെ അമീരല്ലൂരിൽ മാത്രമല്ല, ഇപ്പൊ എന്റെ വീടൊക്കെ അങ്ങനെയൊക്കെയുള്ള സാധാരണ നാടൻ വീട് അല്ലേ? ഒരു നാടൻ 1,00,000 നാടൻ വീടാണ് സ്വർഗത്തിൽ ലഭിക്കുന്നത് എങ്കിൽ 1,00,000 നാടൻ വീട് നമ്മുടെയൊക്കെ പരമായിട്ട് 1,00,000 വീട് ആണ് പിന്നെ ഹറമിന്റെ ഏതെങ്കിലും പ്രദേശമൊക്കെ നിസ്കരിച്ചാൽ കിട്ടുന്നെങ്കിൽ, അത് ഹറമിന്റെ മസ്ജിദുൽ ഹറാമിന്റെ അകത്തായാലോ 1,00,000 കൊട്ടാരങ്ങളാണ് കിട്ടുക. 1,00,000 കിട്ടിയല്ലേ? 1,00,000 കിട്ടി. മറ്റത് ആദ്യം പറഞ്ഞത് 1,00,000 നാടൻ വീടുകളാണ്, മറ്റത് 1,00,000 കൊട്ടാരങ്ങളാണ്. അപ്പൊ അതാണ് അതിന്റെ കണക്ക്. വണ്ണവലിപ്പം കൂടും ഹറമിന്റെ അകത്താകുമ്പോൾ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദെ, മീഖാത്തിൽ നിന്ന് ഇഹ്റാം കെട്ടാതെ മക്കയിൽ നിന്ന് ഇഹ്റാം കെട്ടിയാൽ ഹജ്ജ് ശരിയാവില്ലേ? അത് നിങ്ങൾ എവിടെ ഹജ്ജൊക്കെ സഹിയാകും. പക്ഷെ മീഖാത്ത് എന്ന് പറയലേ, മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തു. എന്തിന്? ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. പിന്നീട് അയാൾ മക്കയിൽ തന്നെ താമസിക്കുക. എന്നാലും ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത് മക്കയിൽ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ ആളുണ്ടാ? ഈ ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടപ്പോ? ചോദ്യകർത്താവ് ഇവിടെ ഉണ്ടാന്ന്. അപ്പൊ എന്താണ് അദ്ദേഹത്തിന് മറുപടി കാണുന്നത്? ഉണ്ട്. മീഖാത്തുന്നേ അയാൾ വരുന്ന സമയത്ത് അയാളുടെ മീഖാത്തിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. ഒരാൾ ഉദാഹരണം പറയണേന്ന്, അയാളെ മീഖാത്തിൽ നിന്ന് അയാൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. എന്നിട്ട് അയാൾ മക്കയിൽ നിന്ന് വന്ന് അങ്ങനെ ഉംറന്റെ അമലൊക്കെ പൂർത്തിയാക്കി. പിന്നീട് എന്ത് ചെയ്താണ്? പിന്നീട് അയാൾ മക്കയിൽ തന്നെ താമസിക്കുകയാണ്. എന്നാലും പിന്നെ അയാൾ ഹജ്ജ് ചെയ്യാൻ ഇഹ്റാം ചെയ്യേണ്ടത് മക്കയിൽ തന്നെയാണ്. പിന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്യേണ്ടത്. ഇനി അതല്ല, ആള് വരുന്ന സമയത്ത് അയാൾ ഹജ്ജിനല്ല, വരുന്ന സമയത്ത് മീഖാത്തിന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തിട്ടില്ല. ആള് ഇഹ്റാം ചെയ്തത് അയാള് പിന്നെ ഹജ്ജാണ് ചെയ്യണത് അയാള്. പക്ഷെ അയാൾ മീഖാത്തിന് എന്ത് ചെയ്യില്ല? ഒന്നിനും ഇഹ്റാം ചെയ്തില്ല. മീഖാത്തിൽ പോരുന്ന സമയത്തുള്ള മീഖാത്തിൽ നിന്ന് ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ടാണ് അയാൾ മക്കയിലേക്ക് വരുന്നത്. മീഖാത്തിൽ നിന്ന് അയാൾ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തില്ല. പിന്നെ അയാൾ മക്കയിൽ നിന്ന് വന്ന ശേഷം എന്ത് ചെയ്യാണ്? ഹജ്ജിന് ഇഹ്റാം ചെയ്യാണ്. എന്നാൽ അവിടെ അയാൾക്ക് അറവ് നിർബന്ധമാണ്. അയാൾക്ക് അവിടെ അറവ്, ഒരു ആടിന് അർത്ഥം കൊടുക്കൽ നിർബന്ധമാണ്. ആടിനർത്ഥത്തിന് നിർബന്ധമില്ല. പിന്നെ ഏതൊരു മീഖാത്തിലേക്ക് മടങ്ങിക്കുകയാണെങ്കിൽ നിർബന്ധമില്ല. അല്ലെങ്കിൽ ആടിന് അർത്ഥം കൊടുക്കൽ നിർബന്ധമാണ്. അതിനും പുറമെ വേറൊരു വിഷയമുണ്ട്. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ മക്കയിലേക്ക് വരികയാണെങ്കിൽ അയാൾ വരുന്ന വഴിയിലുള്ള മീഖാത്തിൽ നിന്ന് അയാൾക്ക് ഹജ്ജ് കൊണ്ടോ ഉംറ കൊണ്ടോ എന്തെങ്കിലും ഒന്നുകൊണ്ട് ഇഹ്റാം ചെയ്യൽ നിർബന്ധമാണ്. അയാൾ ഇഹ്റാം ചെയ്തില്ല നിൽക്കുക. ഇഹ്റാം ചെയ്തില്ല, പിന്നെ മീഖാത്ത് വിട്ട് കടന്ന ശേഷമാണ് അയാൾ ഇഹ്റാം ചെയ്യുന്നത്. അല്ലെങ്കിൽ മക്കയിലേക്ക് എത്തിയതിനു ശേഷമാണ് അയാൾ ഇഹ്റാം ചെയ്യുന്നത്. എന്നാൽ അതിന്റെ പേരിൽ അയാൾക്ക് ഒരു ആടിനെ അറുത്തു കൊടുക്കാൻ നിർബന്ധമാവുന്നതാണ്.
ആടിനകത്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ പിന്നെ 3 നോമ്പ് നിൽക്കുകയോ എന്തെങ്കിലും ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ ഒരു മിനിറ്റ്, ഞങ്ങളൊന്നും കൂടി അവിടുന്ന് എന്താ അവിടെ നോക്കാനുള്ളത്? ഫോണിന്റെ അല്ല. പിന്നെ വേറെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി. ഒരു മിനിറ്റ്, 8 മിനിറ്റ്. എന്തൊരു കഷ്ണ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി. ഉസ്താദ്, അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇമാമിനോട് തുടർന്നാൽ മഅ്മൂമും ബാക്കി നിസ്കാരം തുടരുമ്പോൾ വജ്ഹത്ത് ഓതൽ സുന്നത്തുണ്ടോ? ഇല്ല. അവസാനത്തെ അത്തഹിയ്യാത്തിലാണ് ഒരാൾ ഇമാമിനോട് കൂടി തുടർന്നത്. അങ്ങനെ എന്ത് ചെയ്ത് അപ്പൊ അവിടെ വജ്ഹത്ത് ഓതൽ സുന്നത്തില്ല. അയാൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി പിന്നെ അയാൾ നേരെ ഇരിക്കുക, അതാണ് സുന്നത്ത്. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി അയാൾ ഇരിക്കുക, എന്നിട്ട് പിന്നെ തഹിയ്യാത്ത് ഓതുക, എന്നിട്ട് പിന്നെ ഇമാം സലാം കെട്ടി എഴുന്നേറ്റ് നിൽക്കുക. എന്നാലും പിന്നെ ആൾക്ക് എന്ത് സുന്നത്തില്ല? വജ്ഹത്ത് ഓതൽ സുന്നത്തില്ല. ആൾ ഫാത്തിഹ ഓതലാണ് പിന്നെ ആൾക്ക് നിർബന്ധമുള്ളത്, പിന്നെ എന്ത് സുന്നത്തില്ല. ഒരു മിനിറ്റ് കേട്ടോ, അതിൻ്റെ ഇടയിൽ കൂടി ഒരു വിഷയം നോക്കാണ്ട്. അപ്പോ പിന്നെന്താണ്? ഉസ്താദ്, എന്റെ സിസ്റ്റർ ഡിഗ്രി കഴിഞ്ഞു. ഒരുപാട് വിവാഹ ആലോചനകൾ വരുന്നു, പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. കല്യാണം ശരിയാവാൻ ആത്മാർത്ഥമായി ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയോട് ഏറ്റവും അനുയോജ്യമായ നല്ലൊരു വരനെ, അല്ലാഹു സൽസ്വഭാബിയായ സാലിഹായ നല്ലൊരു വരനെ അല്ലാഹു തആല എത്രയും വേഗം നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ആ കുട്ടിയെ സ്നേഹിക്കുന്ന, ആ കുട്ടിയെ സംരക്ഷിക്കുന്ന അനുയോജ്യനായ നല്ലൊരു വരനെ എത്രയും വേഗം അല്ലാഹു പ്രദാനം ചെയ്തുകൊണ്ട് ആ കുട്ടിയെയും ആ കുട്ടിയുടെ മാതാപിതാക്കൾ, കുടുംബമിത്രാദികളൊക്കെ അവരൊക്കെ അല്ലാഹു തആല സന്തോഷിപ്പിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ ഉസ്താദല്ലാത്ത ഉസ്താദെന്ന് വിളിക്കുന്നുണ്ട്, അതുകൊണ്ടും തിരക്കണമെന്ന് എന്താ പക്കത്ത് ചോദിക്കുക? വെറുതെ എന്തെങ്കിലും ചോദിക്കാൻ കാണാം. ഉസ്താദല്ലാത്ത ഒരു ഉസ്താദ് വിളിച്ചത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാന്ന്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അല്ലേ, വെറുതെ എന്തൊക്കെ ചോദിക്കാൻ നിൽക്കണ ഉസ്താദ്. പിന്നെ മൈലാഞ്ചി ഇടാൻ എന്താണ്? താടിയില എന്താ ഇരിക്കണത്? താടി മൈലാഞ്ചി ഇടാൻ പറ്റുന്നു? താടിയിൽ മൈലാഞ്ചി ഇടാൻ പറ്റുന്നു? താടി തലയിലൊക്കെ, താടിയിലും നിറച്ച മുടിയാണ് നിൽക്കുക. താടിയുടെ മുടി പിന്നെ അതുപോലെ തന്നെ തലമുടി ഇതൊക്കെ നിറച്ചതാണെങ്കിൽ മൈലാഞ്ചി ഇടാൻ പറ്റുമെന്ന് മാത്രമല്ല, മൈലാഞ്ചിയുടെ സുന്നത്തും കൂടിയാണ്. മൈലാഞ്ചിയുടെ സുന്നത്ത് കൂടിയാണ്. പറ്റുമെന്ന് മാത്രമല്ല, സുന്നത്തും കൂടിയാണ്. ട്യൂബ് എന്തിനും അനുസരിച്ച് ട്യൂബ് മൈലാഞ്ചി പറഞ്ഞപ്പോ എന്താണ്? മൈലാഞ്ചിയാണ്, അത് അരച്ചിട്ട് ട്യൂബിലാക്കിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതൊക്കെ അതുവരെ വിധി തന്നെയാണ്. പിന്നെ
കണ്ണടച്ച് നിസ്കരിക്കാമോ? ഒരു വിശദീകരണം. കണ്ണടച്ച് നിസ്കരിക്കാത്തതുകൊണ്ട് വിരോധമില്ല. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. കണ്ണടച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഗുഹ്യഭാഗത്തെ രോമങ്ങൾ എത്ര നാൾ മുറിക്കാതെ വെക്കാം? അത് 10 ദിവസത്തിനേക്കാളും കൂടുതൽ വൈകാതിരിക്കാൻ ഏറ്റവും നല്ലത്. എന്നാൽ 40 ദിവസത്തിനേക്കാളും അപ്പുറത്തേക്ക് പിന്തിക്കൽ ശക്തമായ കറാഹത്താണ്. 40 ദിവസത്തിനേക്കാളും അപ്പുറം പഠിക്കാതിരിക്കുക അത് ശക്തമായ കറാഹത്താണ്. അത് അതിന്റെ മുമ്പ് തന്നെ 10 ദിവസത്തിനേക്കാളും അധികം വൈകാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ നേരത്തെ ഇത് പറഞ്ഞല്ലേ, ഒരാളെന്തല്ലേ പിന്നെ മീഖാത്ത് ഇഹ്റാം ചെയ്തില്ല, പിന്നെ മീഖാത്ത് വിട്ട് കടന്നിട്ടാണ് അയാൾ ഇഹ്റാം ചെയ്യണത്. എന്നാലും എന്നിട്ട് മീഖാത്തിലേക്ക് തന്നെ മടങ്ങി നിൽക്കുക, എന്നാൽ പിന്നെ ആൾക്കൊന്നുമില്ല. അതുകൊണ്ട് ആളുടെ മേലെ ഒന്നും നിർബന്ധമാവൂല. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ അയാള് റിയാദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അയാൾ ഇഹ്റാം ചെയ്യേണ്ടത് എവിടുന്നാണ്? ഖർനുൽ മനാസിൽ നിന്നാണ് അയാൾ ഇഹ്റാം ചെയ്യേണ്ടത്. സീലുൽ കബീർ എന്ന് പറയല്ലോ, ത്വായിഫിന്റെ അടുത്തുള്ള ഖർനുൽ മനാസിൽ എന്നാണ് അതിന്റെ പഴയ പേര്. അവിടുന്നാണ് അയാൾ ഇഹ്റാം ചെയ്യേണ്ടത്. പക്ഷെ അവിടുന്ന് ഇഹ്റാം ചെയ്തില്ല. പിന്നെ അതൊക്കെ വിട്ടു കാരണം പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ് അയാൾ ഇഹ്റാം ചെയ്യുന്നത്. മീഖാത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ ഇഹ്റാം ചെയ്യുന്നത്. പിന്നെ എന്നിട്ട് ആളെന്ത് ചെയ്തു? മീഖാത്ത് വിട്ട് കടന്നതിന് ശേഷമാണ് ഇഹ്റാം ചെയ്തത്. പിന്നെ മീഖാത്തിലേക്ക് തന്നെ ആൾ മടങ്ങി. എന്നാൽ പിന്നെ അയാളുടെ മേലെ ഒന്നും നിർബന്ധമാവൂല. നേരെ മറിച്ച് മീഖാത്തിലേക്ക് മടങ്ങിയില്ല. എന്നാൽ അയാൾക്ക് എന്ത് നിർബന്ധമാണ്? മീഖാത്ത് ഇഹ്റാം ചെയ്യാത്തതിന്റെ പേരിൽ അയാൾക്ക് എന്ത് നിർബന്ധമാണ്? ഒന്നുകിൽ ഒരാടിനെ അറുത്തു കൊടുക്കുക, അതല്ലെങ്കിൽ ഇഹ്റാമിലായിക്കൊണ്ട് 3 നോമ്പും പിന്നെ അയാൾ നാട്ടിലേക്ക് തിരിച്ചു എത്തിയതിനു ശേഷം 7 നോമ്പ് നിർബന്ധമാണ്. 3 നോമ്പല്ലട ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ത് വേണം? ഒന്നുകിലും ഒരാടിന് അറുത്തു കൊടുക്കുക, ആടിന് അറുത്തു കൊടുക്കുന്നില്ല എങ്കിൽ ഇഹ്റാമിന് തഹ്ലീലാവുന്നതിന് മുമ്പായിട്ട് 3 നോമ്പ്, പിന്നെ നാട്ടിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം പിന്നെ 7 നോമ്പ്, അങ്ങനെ 10 നോമ്പ് നിർബന്ധമാണ്. എനിക്കൊക്കെ എളുപ്പമല്ലേ 10 നോമ്പ്? എനിക്ക് എളുപ്പം ഒരാടിനെ അറുത്തു കൊടുക്കലാണ്. ആ ചോദ്യം ചോദിച്ച ആൾ ഇവിടെ ഉണ്ടപ്പോ? ആ മീഖാത്തിന് ഇഹ്റാം ചെയ്തതിനെ കുറിച്ച് ചോദിച്ച ആൾ ഇവിടെ ഉണ്ടാ? അയാള് ഉണ്ടാ? ഉണ്ട്. ഇപ്പൊ മനസ്സിലായല്ലേ? ഒന്നുകിൽ അയാൾ മീഖാത്തിന് ഇഹ്റാം ചെയ്തില്ല, ആ ചെയ്യാത്തതിന്റെ പേരിൽ അയാൾ ഒരാടിനെ അറുത്തു കൊടുക്കുക, അതല്ലെങ്കിൽ 10 നോമ്പ് നോക്കണം. 3 നോമ്പ് ആ ഇഹ്റാമിന് തഹ്ലീലാവുന്നതിന് മുമ്പ്, പിന്നെ 7 നോമ്പ് നാട്ടിലേക്ക് തിരിച്ചതിന് ശേഷം. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആള് മീഖാത്തിലേക്ക് തന്നെ മടങ്ങിയാൽ മതി, എന്നാലും തിരക്കടില്ല. മീഖാത്തിലേക്ക് തന്നെ ഒന്ന് മടങ്ങിയാൽ മതി, എന്നാലും തിരക്കടില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മോന് സുഖം ഇല്ല, മഞ്ഞപ്പിത്തമാണ് സുഖം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹബൂബായ ഖൗല് കൊണ്ട് എത്രയും വേഗം പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സിഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദെ, ഇന്ന് കടകളിൽ കിട്ടുന്ന ട്യൂബ് മൈലാഞ്ചികൾ ഒറിജിനൽ മൈലാഞ്ചിയുമായി യാതൊരു ബന്ധവും ഇല്ല. 100% രാസവസ്തുക്കളാണ്. രാസവസ്തുക്കളൊക്കെ ആയിക്കോട്ടെ, അതിൽ മൈലാഞ്ചി അത് കേടുവരാതിരിക്കാനായിട്ട് രാസവസ്തു കൂട്ടിണ്ടാവും, അതേ ഉള്ളൂ. 100% മൈലാഞ്ചി കൊള്ളൊന്നുമില്ല, മൈലാഞ്ചിയാണ്. പിന്നെ ആ മൈലാഞ്ചി വേഗം പിടിക്കാൻ വേണ്ടി എന്തെങ്കിലും രാസവസ്തുക്കൾ കൂട്ടുണ്ടാവും. അതല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, പിന്നെ കൂടുതൽ കളർ കിട്ടാൻ വേണ്ടിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുണ്ടാവും, അത്ര ഉണ്ടാവില്ല. അതല്ലാതെ മൈലാഞ്ചി ആവാത്ത സാധനമാവൂല. മൈലാഞ്ചി ആണോ എങ്കിൽ അത് സുന്നത്താണ്. അതിൽ എന്ത് കൂട്ടിയാലും വേണ്ടില്ല, രാസവസ്തു കൂട്ടിയാലും വേണ്ടില്ല, അല്ലെങ്കിൽ വേണ്ടില്ല. പിന്നെ ഹജ്ജ് ചെയ്യുന്ന ആൾക്കൊക്കെ എന്ത് ഉദ്ഹിയത്ത് വേറെ, ഹജ്ജിന്റേത് വേറല്ലേ? ഹജ്ജ് ചെയ്യുന്ന എല്ലാവർക്കും ഉദ്ഹിയത്ത് നിർബന്ധം സുന്നത്തുണ്ടോന്ന് ഇല്ല.
ഉളുഹിയത്ത് വേറെ. ഹജ്ജ് സംബന്ധമായ അതിന്റെ അറിവിനല്ല ഉളുഹിയത്ത് അറിയാം. ഉളുഹിയത്ത് വേറെയാണ്, അത് പെരുന്നാൾക്ക് അർക്കണേനാണ് ഉളുഹിയത്ത്. മറ്റേ ഹജ്ജ് സംബന്ധമായ അറിവിന് ഫിദിയ, അതിന് ദമ്, ഇങ്ങനെയൊക്കെ അതിന് പറയാം. അത് എല്ലാവർക്കും നിർബന്ധമുണ്ടായില്ല, അത് നിർബന്ധമാണ്. ചില ആളുകളൊക്കെ ഉണ്ട് അല്ലെ, ഒന്ന് മുത്തമത്തി ആണ്, ആദ്യം ഉംറ ചെയ്തു എന്നിട്ടാണ് ഹജ്ജ് ചെയ്യണത്. അതല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ചാണ് നിയ്യത്ത് വെച്ചത്, ഹജ്ജിനും ഉംറക്കും കൂടി ഒന്നിച്ചാണ് നിയ്യത്ത് വെച്ചത്. എന്നാലൊക്കെ അവർക്ക് അർത്ഥ കൊടുക്കാൻ നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള വല്ല പോരായ്മ ഇതൊക്കെ വാജിബാത്തിന് ഏതെങ്കിലും ഉപേക്ഷിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക, എന്നാലും അവർക്ക് അറിവ് നിർബന്ധമാണ്. അങ്ങനെയുള്ള അത് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് മാത്രം നിർബന്ധമാണ് ഈ ദമ്, ഫിദിയ എന്നൊക്കെ പറഞ്ഞത്. ഉളുഹിയത്ത് അതല്ല, അത് ഹജ്ജിനോട് ബന്ധപ്പെട്ടതല്ല ഉളുഹിയത്ത്. കല്യാണം കഴിഞ്ഞ് 4 വർഷം ആകാനായി ഇതുവരെ കുട്ടികളില്ലായിട്ട് ഇപ്പോൾ ചെറിയൊരു പ്രതീക്ഷയിലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രതീക്ഷ അല്ലാഹു തആല പൂവണിയിച്ച് തരട്ടെ. അല്ലാഹു നിങ്ങൾക്ക് എത്രയും വേഗം നല്ല സ്വാലിഹായ നല്ലൊരു കുട്ടിയെ നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് നിങ്ങളെയും കുടുംബത്തെയും അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ യതീം കുട്ടിക്ക് 5000 രൂപ നേർച്ചയാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഭാര്യ കുട്ടികൾ ഇല്ലാത്തതിനാൽ വേറൊരു വിവാഹം ചെയ്ത് അതിൽ 3 കുട്ടികൾ ഉണ്ട്. 2 ഭാര്യമാരും ഒരു വീട്ടിൽ ആണ്. ഞാൻ ആരുടെ അടുത്ത് കൊടുക്കണം? പൈസക്ക് പകരം സ്വർണം കൊടുത്താലും. യതീം കുട്ടികൾക്ക് 5000 രൂപ ആക്കിയിട്ടുണ്ടെങ്കിൽ 5000 രൂപ കൊടുക്കുക, അതാണ്. യതീം കുട്ടിക്ക് പിന്നെ അതുകൊണ്ട് എന്താണ്, അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. യതീം കുട്ടിക്ക് 5000 രൂപ നിർച്ചാക്കിയാലേ ആ യതീം കുട്ടിക്ക് 5000 രൂപ കൊടുക്കാൻ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ആ 5000 കൊണ്ട് എന്താണ് വേണ്ടെന്ന് ആ കുട്ടികളെ തീരുമാനിക്കേണ്ടത്, ആ കുട്ടിയുടെ വരികയാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് അല്ലേ? അതിന് സ്വർണ്ണ വേണ്ടത് അതല്ല, അത് ഒരാൾ തീരുമാനിക്കേണ്ടത്. ഒരാൾക്ക് നേർച്ചയാക്കിയാൽ അത് അയാൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ മേൽ നിർബന്ധമായി. അയാൾക്ക് മിൽക്കാക്കി കൊടുക്കണം, മിൽക്കാക്കി കൊടുക്കുക, അയാൾക്ക് ഉടമയാക്കി കൊടുക്കുക. ഉടമയാക്കി കൊടുക്കുമ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് മാത്രമാണ്, നിങ്ങൾക്ക് അവകാശം ഇല്ല. നിങ്ങൾ എന്താണ് നേർച്ചയാക്കിയത് അത് നിങ്ങൾ കൊടുക്കാൻ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറില്ല. ചില ജമാഅത്തുകാരൊക്കെ ഞെളിഞ്ഞു പറഞ്ഞേക്കാം അല്ലെ, ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്ത് സക്കാത്തിന്റെ പൈസ കൊണ്ടേ ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്ത്, സക്കാത്തിന്റെ പൈസ കൊണ്ട് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കുക. അത് സക്കാത്ത് ഓരോ വിഷയത്തിന് സക്കാത്തിന് ഇന്ന കണക്കുണ്ട് അല്ലേ? സ്വർണം ഉണ്ട് നിൽക്കുക. സ്വർണത്തിന്റെ സക്കാത്ത് സ്വർണമായിട്ടാണ് കൊടുക്കേണ്ടത്, വെള്ളിയുടെ സക്കാത്ത് വെള്ളിയായിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി പൈസ ഡിപ്പോസിറ്റ് ഒക്കെ ഉണ്ട്, എന്നാൽ അതിന്റെ സക്കാത്ത് പിന്നെ പൈസയാണ് കൊടുക്കേണ്ടത്. കച്ചവട സാധനങ്ങളാണ്, എന്നാൽ അതിന്റെ സക്കാത്ത് പൈസയാണ് കൊടുക്കേണ്ടത്. അതല്ല കച്ചവട പീഡിത സാധനങ്ങൾ കൊടുക്കുകയല്ല വേണ്ടത്, അതിന്റെ പൈസയാണ് കൊടുക്കേണ്ടത്. നെല്ല് ഗോതമ്പ് പോലത്തൊക്കെ ഉണ്ടായാലും അതാണ് കൊടുക്കേണ്ടത്. ആടുമാട് ഒട്ടകങ്ങളൊക്കെ സക്കാത്ത് അതാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ അതുകൊണ്ട് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കുക, ബസ് വാങ്ങിക്കൊടുക്കുക, അത് അതിന്റെ അവകാശികളാണ് തീരുമാനിക്കേണ്ടത്. അത് ഓരോ മുതലാണേ, അത് അവർക്ക് ഉടമപ്പെട്ട മുതലാണ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി കുറെ PM ഉണ്ട്, അതൊക്കെ പാടപ്പം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, എന്റെ മോൻ മേലെ ഓരോന്ന് പൊന്തുവാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ അലർജിയാണ് പറഞ്ഞു. എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹബായ ഫضل കൊണ്ട് എത്രയും വേഗം ശിഫ നൽകട്ടെ. പൂർണ്ണ സിഹത്തും ആഫിയത്തും അല്ലാഹുവിന്റെ തആത്തിലായി കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരു കമ്പനിയുടെ സാധനം 400 പീസ് എന്ന് എഴുതിയിട്ട് 400 പീസ് ഇല്ല, അത് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല, വിൽക്കാൻ പറ്റൂല. അത് അവരോട് പറയണം, അത് വാങ്ങുന്ന ആളുകളോട് പറയണം. 400 പീസ് എന്ന് വിചാരിച്ചിട്ടാണ് അവർ 400 പീസ് അതിൽ എഴുതിയിരിക്കുന്നു, പക്ഷെ 400 പീസ് ഇല്ല. ആ വാങ്ങുന്ന ആളാണെങ്കിലൊക്കെ എഴുതുന്ന 400 പീസ് ഉണ്ടെന്നാണ്.
അപ്പൊ അയാളോട് പറഞ്ഞത് 400 പീസിന് എഴുതിക്കണമെങ്കിലും പക്ഷെ 400 ഉണ്ടാവൂലട്ടോ എന്ന കാര്യം അയാളോട് പറയുന്നത് നിർബന്ധമാണ്. പിന്നെ അപ്പൊ ഇനി പ്രത്യേകമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് നന്നായി പഠിച്ച് ആ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ ത്വാഅത്തിലാക്കുവാൻ, അങ്ങനെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന് ദേഷ്യം വരുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് തൊട്ട് അള്ളാഹു തന്നെ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിരായിക്കൊണ്ട് ജീവിച്ച് അള്ളാഹുവിന്റെ തൃപ്തിരായിക്കൊണ്ട് മരിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെയൊക്കെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലോ വുളു ഉള്ള സമയത്ത് മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.